please try and watch my film. Madam, Madam, I distributed Salar in Kerala. Prithviraj Productions distributed KGF 2 in Kerala. So, തമ്മിൽ കണ്ട് ഈ വീഡിയോ കാണാൻ കയറി വന്ന ചേട്ടന്മാരോടാണ് ഈ വീഡിയോയിൽ ലാലേട്ടനെ ഞാൻ തെറി പറഞ്ഞു ഈ സിനിമയും തരം താഴ്ത്തി കാണിക്കുന്നത് കണ്ട് കൈയടിച്ച് ആഘോഷിക്കാനാണ് നീയൊക്കെ കയറി വന്നതെങ്കിൽ സ്പോട്ടിൽ ഇറങ്ങിക്കോ. ഇവിടെ ആ പരിപാടി അല്ല നടക്കാൻ പോകുന്നത്. കുറച്ച് ദിവസങ്ങൾ എന്ന് പറയുന്നില്ല, ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് തകൃതിയായിട്ടുള്ള പ്രൊമോഷൻസ് ആണ്. ഇപ്പോ ഹൈദരാബാദ് ആണെങ്കിലും ശരി, ബോംബെയിലാണെങ്കിലും ശരി, നമ്മുടെ ലാലേട്ടനും രാജുവേട്ടനും കൂടെ പോയി അങ്ങോട്ട് തകൃതിയായിട്ട് പൊളിച്ചോണ്ടിരിക്കുക. അടിച്ച് വായി കൊടുക്കണവനൊക്കെ അടിച്ച് വായിലും കൊടുത്ത് ജനങ്ങളെ കയ്യിലെടുക്കേണ്ട സ്ഥലത്തൊക്കെ ജനങ്ങളെയും കയ്യിലെടുത്ത് മുന്നിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് നമ്മുടെ ലാലേട്ടനും രാജുവേട്ടനും. സത്യം പറഞ്ഞാൽ എന്നോട് കുറെ പേര് ചോദിച്ചു ഒരു സംശയം പോലെ, എടാ എന്താടാ ഇവിടെ കേരളത്തിൽ ഇപ്പൊ ലാലേട്ടനും നമ്മുടെ രാജുവേട്ടനും വന്നൊരു പ്രൊമോഷൻ ഒന്നും നടത്തിയില്ല, എന്തുകൊണ്ട് ഇവര് നേരെ ബോംബെയിലോട്ടും ഹൈദരാബാദിലോട്ടും ഒക്കെ പോയി? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു. ഇനിയും നിങ്ങൾക്കും ആർക്കെങ്കിലും ഒക്കെ ചിലപ്പോൾ ഈ ഒരു സംശയം വന്നു കാണും. അങ്ങനെ സംശയം വന്നവരോട് ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം. അത് വേറൊന്നും കൊണ്ടല്ല, ദ ബ്രില്യൻസ് രാജുവേട്ടന്റെ നല്ല ഒന്നാന്തരം ബ്രില്യൻസ് അങ്ങനെ തന്നെ വേണം പറയാൻ. ആസ് എ ഡയറക്ടർ നമുക്ക് പൃഥ്വിരാജിനെ അറിയാം, ആസ് എ പ്രൊഡ്യൂസർ, ആസ് എ ആക്ടർ, ആസ് എ ബിസിനസ് മാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തി അറിയുമോ? ഞാൻ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരനെ. പുള്ളിക്ക് അറിയാം എങ്ങനെ പുള്ളിയുടെ സിനിമ കച്ചവടം ചെയ്യണമെന്നുള്ളത്, അല്ലേ? എത്ര പേർക്ക് അത് മനസ്സിലായിട്ടുണ്ട്? എങ്ങനെ ആ സിനിമയെ കച്ചവടം ചെയ്യണമെന്ന് പുള്ളിക്ക് അറിയാം. പുള്ളി ഇവിടെ ഈ ഒരു സിനിമയുടെ ട്രെയിലർ അങ്ങോട്ട് ഇറങ്ങി ഉടനെ ഇവിടെ എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ കയറി ഇറങ്ങി പ്രൊമോഷൻ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇവിടെ നമുക്കറിയാം മോഹൻലാൽ എന്ന് പറയുന്ന നടനെ നമുക്ക് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇനി ആരൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഇവിടെ അകത്തിരിക്കുന്നത് എന്നും ലാലേട്ടൻ തന്നെയാണ്. ഒരു നടനെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്റെ ചെറുപ്പം തൊട്ട് അതെന്നും എന്റെ ഒരു ഫേവററ്റ് എന്ന് പറയുന്ന ലാലേട്ടൻ തന്നെയാണ്. ഇതുപോലെ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ലാലേട്ടനെ വെച്ച് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തി സിനിമ എടുക്കുമ്പോഴത്തേക്ക് എല്ലാ മലയാളികളും ഓടിപ്പാഞ്ഞ് തിയേറ്ററിൽ കയറുമെന്ന് ലാലേട്ടനും അറിയാം, പൃഥ്വിരാജിനും അറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ ആ ഒരു സിനിമയുടെ പ്രൊമോഷന് കറങ്ങി നടന്ന സമയം കളയണ്ട എന്ന് അവർ ഉറപ്പിച്ചു. അതോടൊപ്പം തന്നെ അവർ പുറത്തേക്ക് പോകാനുള്ള കാരണം, ലൈക്ക് ബോംബെ ആണെങ്കിലും ശരി, ഹൈദരാബാദ് ആണെങ്കിലും ശരി, ഇപ്പോ തമിഴ്നാട്ടിൽ പോയെന്ന് വിചാരിച്ചോ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ആണ്, എന്റെ അറിവില് മഞ്ഞുമൽ ബോയ്സ് ആണ് തമിഴ്നാട്ടിൽ പോലും അത്രയ്ക്കും അധികം ഹിറ്റ് അടിച്ച ഒരു മലയാളം സിനിമ. വേറൊരു സിനിമ ഉണ്ടായിട്ടില്ല. ഒരുപാട് കളക്ഷൻ നേടിയ ഒരു പടം എന്ന് വെച്ചാൽ അത്ര ഒരുപാട് പൈസ ഒന്നും കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല തമിഴ്നാട്ടിൽ നിന്നൊന്നും. ഇപ്പൊ മാർക്കോ ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ മൊത്തത്തിൽ ഏകദേശം 20 കോടി രൂപ എങ്ങാണ്ടാണ് മാർക്കോയ്ക്ക് കിട്ടിയത്. അതിന്റെ മേളിലോട്ടൊന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾ എമ്പുരാൻ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് തന്നെയുള്ളൊരു പടമാണ്. അപ്പൊ ഇത്രയും കാശ് ഇൻവെസ്റ്റ് ചെയ്ത് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വിശ്വസിച്ചുകൊണ്ട് അവരൊരു ഒരു പ്രൊഡ്യൂസർ വന്നു, അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂർ, ആശീർവാദ്, ഗോകുലം, ഇവരെല്ലാരും കൂടി ഒരു സിനിമ ചെയ്ത് ഇറക്കുമ്പോഴത്തേക്ക് പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത് തിരിച്ചു കൊടുക്കണം. ഒരു കമ്മിറ്റ്മെന്റ് പോലെയാണ് പുള്ളിക്ക്. പുള്ളി ആ ഒരു പടത്തിൽ നിന്ന് മാക്സിമം ഇൻകം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു പടത്തിന്റെ പ്രൊമോഷൻസ് അങ്ങോട്ടേക്ക് കൊണ്ടുവരിക്കുന്നത്, ബോംബെ ആണെങ്കിലും ഹൈദരാബാദ് ആണ്. കാരണം ഹിന്ദിയിലെ ഒരു കൂട്ടം ഓഡിയൻസിനെ ഉണ്ടാക്കിയെടുക്കണം ഈ ഒരു സിനിമ കാണാൻ. അതുപോലെ തന്നെ തെലുങ്കാനയിലും ഒക്കെ ഒരു കൂട്ടം വൈഡർ ഒരു ഓഡിയൻസിലേക്ക് എത്തിക്കണം. നമ്മളെ കേരളത്തെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബോംബെ ആണെങ്കിലും ശരി, ഹൈദരാബാദ് ആണെങ്കിലും ശരി, അവിടെ ഒരു വൈഡിയർ ഓഡിയൻസ് ഉണ്ട്, ഒരു വൈഡ് ഓഡിയൻസ് ഉണ്ട്. അവരിലേക്ക് ഈ ഒരു സിനിമ എത്തിക്കണം. അവിടെ ഒരുപാട് ആളുകൾ തിയേറ്ററിൽ ചെന്ന് ഈ ഒരു പടം കാണണം. എങ്കിൽ മാത്രമേ ഈ ഒരു സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ കിട്ടുകയുള്ളൂ. ഇപ്പൊ തന്നെ ഏകദേശം ടിക്കറ്റ് ബുക്കിങ്ങിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 20 കോടിക്ക് മേളിലെങ്ങാണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനകത്തുനിന്ന് എന്തോരം കിട്ടും ഈ ഒരു പ്രൊഡ്യൂസർക്ക്? ഈ ഒരു സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്ത പ്രൊഡ്യൂസർക്ക് അതിനകത്തുനിന്ന് ഇത്രയും 20 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ നേരെ ഈ പ്രൊഡ്യൂസറിന്റെ അടുക്കലോട്ട് വരികയല്ല. മനസ്സിലായില്ലേ? അപ്പോ ആ ഒരു എമൗണ്ട് ഇൻക്രീസ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ പ്രൊമോഷൻ നടത്താതെ നേരെ അങ്ങോട്ടേക്കൊക്കെ പോയത്. എനിക്ക് തോന്നുന്നു ഇനിയും അധികം വൈകാതെ ഗൾഫ് കൺട്രിയിലും ഒക്കെ കാണും ചിലപ്പോൾ പ്രൊമോഷൻസ്. കാരണം അവിടെയൊക്കെ ആളുകളെ കയ്യിലെടുക്കണം. അത് പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തിക്ക് അറിയാം. ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയാണ്. പക്ഷെ ഇപ്പൊ മാർക്കോ പോലുള്ള സിനിമയാണെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ സിനിമയാണ്, എല്ലാ ഭാഷയിലും ഇറങ്ങി. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഒരു പണം വാരി കൂട്ടിയത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ 20 കോടിയാണ്, ചിലപ്പോൾ അതിന്റെയൊക്കെ ഇരട്ടിയാണ് ഇവിടുന്ന് കിട്ടിയത്. അപ്പം പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തി നോക്കുമ്പോഴത്തേക്ക് ഇവിടുന്ന് എന്താണെങ്കിലും കിട്ടും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കുറെ പേർക്കെങ്കിലും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇവിടുന്ന് കിട്ടും.
ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കിട്ടണം. അതിനുവേണ്ടി അങ്ങോട്ടേക്ക് ചെന്ന് അവരെ കയ്യിലെടുക്കുക. മനസ്സിലായില്ലേ? അതാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടർ കം പ്രൊഡ്യൂസർ കം ആക്ടർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കാം. ഇത് ഒരു തിയേറ്ററിന്റെ ഓണർ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് കേൾക്കുക. ദിനു, എമ്പുരാൻ സർവകാല റെക്കോർഡും ഭേദിച്ചുകൊണ്ടാണ് ഈ ഗ്രാമത്തിൽ പോലും ആളുകളുടെ പ്രതികരണം. നമ്മുടെ തിയേറ്ററിൽ 3 സ്ക്രീനാണുള്ളത്, അഞ്ചാനി സിനിമാസ് പള്ളിക്കത്തോട്. ആ 3 സ്ക്രീനിലും 18 ഷോയാണ്. അതായത് രാപ്പകൽ ഷോയാണ്, രാത്രി 12 മണി വരെ ഷോയാണ്. അപ്പം ഈ 18 ഷോ കൂടാതെ വേറെ ഫാൻ ഷോയും കൊണ്ടുവരണം. അങ്ങനെ 19 ഷോയും ഫുള്ളായിരിക്കുകയാണ്. വലിയ സന്തോഷം. ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇതുപോലെ ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സിനിമ ഏറ്റെടുക്കുന്നത് കാണുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ദിവസവും വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇതുപോലെ തന്നെയാണ് ബുക്കിങ്. ഇന്നലെ ബുക്ക് മൈ ഷോ വരെ സ്ട്രക്കായിപ്പോയി. ആ രീതിയിൽ ഞങ്ങളുടെ ബുക്കിങ്ങിലിരിക്കുന്ന സ്റ്റാഫ് വരെ ഞെട്ടിപ്പോയി. ആ ബുക്കിംഗ് അങ്ങ് ഇടുകയും എനിക്ക് 1 മിനിറ്റ് കൊണ്ടൊക്കെ ഫുള്ളായിപ്പോൾ ഒരു സ്ക്രീന്. ആ രീതിയിലുള്ളൊരു പ്രതികരണമായിരുന്നു. ഒരുപാട് സന്തോഷം. കാരണം 1-2 മാസമായിട്ട് തിയേറ്റർ ആകപ്പാടെ വലിയൊരു നിരാശയിലായിരുന്നു. അതിൽ നിന്നും വലിയൊരു പ്രത്യാശ തരുന്ന ഒരു വലിയ ഒരു സ്വീകരണമാണ് ഈ സിനിമയ്ക്ക് ഉണ്ടാവുന്നത്. ഒരുപാട് സന്തോഷം ദിനു. ചില തിയേറ്ററുകളൊക്കെ കൂട്ടാൻ പോകുന്ന അവസ്ഥ വരെ എത്തി. ആ ഒരു സിറ്റുവേഷനിലാണ് ഇവിടെ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ വരുന്നത്. ഞാനും കഴിഞ്ഞ ദിവസം നോക്കി, നമ്മുടെ PVR ലുലുവിലെ PVRലൊക്കെ 30 ഷോയൊക്കെയാ, 30 ഫില്ല. അതോടൊപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു വീഡിയോ കാണുന്നതിനകത്ത് എത്ര പേർക്ക് ടിക്കറ്റ് കിട്ടി? അതും കൂടെ താഴെ കമന്റ് പറയണേ. എനിക്ക് ടിക്കറ്റ് കിട്ടി, എനിക്ക് ഫസ്റ്റ് ഷോയ്ക്കല്ല കിട്ടിയത്. പിന്നെ ഈ ഒരു സിനിമ ചില റേഷ്യോ ഉള്ള സ്ക്രീൻസിൽ നമ്മൾ കാണണമെന്നാണ് പൊതുവെ ഇപ്പം കേൾക്കുന്നത്. ഞാൻ അതുകൊണ്ട് ആ റേഷ്യോ ഒക്കെ നോക്കി അങ്ങനെയുള്ള ഒരു സ്ക്രീൻ ഉള്ള ഒരു തിയേറ്റർ നോക്കി എടുത്തപ്പോഴത്തേക്ക് എനിക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് കിട്ടിയില്ല, രണ്ടാമത്തെ ഷോയ്ക്ക് എനിക്ക് കിട്ടിയത്. പക്ഷെ എന്താണെങ്കിലും ഞാൻ ഹാപ്പിയാണ്. അതുപോലെ ടിക്കറ്റ് കിട്ടിയവരും കിട്ടാത്തവരും ഒക്കെ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് പറയുക. ഇനി ഞാൻ തംബ്നെയിൽ എഴുതി വെച്ചേക്കുന്നത് പോലെ ആർക്കെങ്കിലും ഒക്കെ ഇപ്പോഴും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു സിനിമ എന്നൊരു സംശയം ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ വന്ന് ഇറങ്ങിയപ്പോൾ പോലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ തന്നെ ആ സിനിമ നേടി. പക്ഷെ എങ്കിൽ പോലും അതിന്റെ ഒരു കോസ്റ്റ്, പടത്തിന് ഇറക്കിയ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ എമൗണ്ട്, എമ്പുരാനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ അത്ര വലിയ എമൗണ്ട് ഒന്നുമല്ല. പക്ഷെ എമ്പുരാന്റെ ഒരു എമൗണ്ട് എത്രയാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. പക്ഷെ ഓൾ ഇൻ ഓൾ നല്ലൊരു എമൗണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പടത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പടത്തിന് കേരളത്തിൽ നിന്ന് കിട്ടുന്ന ബഡ്ജറ്റ് കൊണ്ട് എങ്ങും എത്തത്തില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസറിന് കിട്ടുന്നതല്ല, മൊത്തത്തിൽ ഒരു ഗ്രോസ് ഓവർ എനിക്ക് തോന്നുന്നു കൂടിപ്പോയ ഒരു 100-150 കോടി കിട്ടുമായിരിക്കും കൂടിപ്പോയാൽ. ബാക്കി അതിനകത്തുനിന്നും ഈ പ്രൊഡ്യൂസർക്ക് കിട്ടുന്ന വളരെ കുറവായിരിക്കും. ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നേ പൈസ ഇറക്കിയ ആൾക്ക് കിട്ടുന്ന വളരെ കുറവായിരിക്കും. കാരണം GST, ഇത് തിയേറ്ററിന്റെ കമ്മീഷൻ, ഇതൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ ഈ പുറത്തേക്ക്, ലാലേട്ടനാണെങ്കിലും രാജുവേട്ടനാണെങ്കിലും ഓടി നടന്ന് ഇപ്പം അന്യ സംസ്ഥാനങ്ങളിൽ പോയി ചെയ്യുന്നതിനകത്തു നിന്ന് അവിടെ നിന്ന് മാക്സിമം ആൾക്കാർ, ഇപ്പൊ മാർക്കോയ്ക്കൊക്കെ കിട്ടിയ പോലെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു 20 കോർ മാത്രമല്ല, അതിന്റെ ഇരട്ടിയുടെ ഇരട്ടി ചിലപ്പോൾ കിട്ടേണ്ടി വരും. ഒരു 30-40 കിട്ടിയാലും ചിലപ്പോൾ എങ്ങും എത്തത്തില്ല. എമ്പുരാനെ സംബന്ധിച്ച് അത് എങ്ങും എത്തത്തില്ല. മനസ്സിലായില്ല? അതിന്റെ ഒരു 4 ഇരട്ടിയെങ്കിലും കിട്ടണം. എങ്കിൽ മാത്രമേ ഏകദേശം മൊത്തത്തിൽ ഈ ഒരു ഇൻവെസ്റ്റ് ചെയ്ത പൈസയുടെ ഒക്കെ ഏകദേശം അടുത്ത് എത്തത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. ഇനിയും ഇത് അതോ ഇല്ലാതെ ആവോ എന്നതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇൻ കേസ് ഓഫ് ക്യാഷ്, പണത്തിന്റെ കേസിൽ പടം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും പൃഥ്വിരാജിന്റെയും നമ്മുടെ ലാലേട്ടന്റെയും അവരുടെ ഒരു സിനിമാ ജീവിതത്തിൽ അവർക്ക് എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. അത് ഡെഫിനറ്റ് അല്ലേ. കാരണം അത് ഇനി മുന്നോട്ട് വരുന്ന ദിവസങ്ങൾ നിങ്ങൾ നോക്കണ്ട. ഇപ്പൊ തന്നെ ഏത് ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു സിനിമ ആദ്യത്തെ 1 മണിക്കൂർ കൊണ്ട് ഇത്രയും ടിക്കറ്റ് വിറ്റഴിച്ചത് വേറൊരു സിനിമയില്ല. അത് തന്നെ അവർക്ക് എന്നും ഓർത്തിരിക്കാനുള്ള ഒരു സംഗതി ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ചില ആളുകളുടെ ഈ സംശയം പോലെ ആ ഒരു സാധനം വേണ്ട, അത് വിട്ടേക്ക്. പിന്നെ കാശിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. അത് ഈ പറയുന്നത് പോലെ അല്ല. അതുകൊണ്ടാണ് അവർ ഓടി നടന്ന് പ്രൊമോഷൻസ് ചെയ്യുന്നത്. മാക്സിമം ആൾക്കാരെ ഇനി പുറം രാജ്യങ്ങളിലൊക്കെ അതെന്താണെങ്കിലും കാണും, പ്രൊമോഷൻസും കാണും. അമേരിക്കയിലൊക്കെ കണ്ടല്ലോ, ആഘോഷിക്കുകയായിരുന്നു ട്രെയിലർ. അതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യത്തിലൊന്നും വലിയ സംശയങ്ങൾ വേണ്ട. പോട്ടെ, അതൊക്കെ വിട്ടേക്ക്. ഇനി ഈ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് രാജുവേട്ടൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കേൾക്കാം. Yes. What is the concept behind Empuran title design with 2 red letters? Some secrets we can't.
Please tell us. I can't tell you. Like George Gutti in Drishyam, some secrets can never be told. സം സീക്രട്സ് ക്യാൻ നെവർ ബി ടോൾഡ്. സീക്രട്സ് ഉണ്ട് പടത്തില്. അത് ആ ഒരു ടൈറ്റിൽ എമ്പുരാന്റെ ആ ഒരു റൈറ്റിംഗിൽ 2 ലെറ്റേഴ്സ് റെഡ് ലൈനിലാണ്. അതിനെപ്പറ്റി ചോദിച്ചപ്പോഴാണ് പറയുന്നത് എന്തൊക്കെയോ അതിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ രാജുവണ്ണൻ. ബാക്കി We have never announced the budget of this film. Yeah, we have never said anywhere that this film has cost this much money, right? So my take about the whole budget scenario is, when you see this film, what you think is the budget of the film. And I'm going to put a challenge out there. I'm going to put a challenge out there. Your guess will be more than the actual budget. And that is Malayalam cinema. You have properly understood the question, Yeah. and you have properly answered it. I must appreciate. No, I also know, as an extension to my answer, I have to tell you that I am a firm believer that budget is not decided by the director or the producer. The budget Budget, is the content decides it. budget is purely decided by the written word. So when you finish writing a script, you understand that this might entail this kind of money to be made. രാജുവേട്ടൻ നമുക്കൊരു ചലഞ്ച് അങ്ങോട്ട് തന്നിരിക്കുകയാണ്. മനസ്സിലായോ? അതായത് നമ്മൾ എത്ര എക്സ്പെക്ട് ചെയ്യുന്നു, ഈ ഒരു പടം കണ്ടിട്ട് നമ്മൾ എത്ര എമൗണ്ട് ആയി എന്ന് എക്സ്പെക്ട് ചെയ്യുന്നോ അതാണ് ഈ പടത്തിന്റെ ബഡ്ജറ്റ്. പക്ഷേ ശരിക്കും അത്രയും ബഡ്ജറ്റ് വരത്തില്ല എന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. കാരണം ടെക്നിക്കൽ വൈസ് ഒക്കെ പുള്ളി അത്രയും എനിക്ക് അറിയില്ല, ടെക്നിക്കൽ വൈസ് ഒക്കെ അത്രയും യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും ഒരു നല്ലൊരു എമൗണ്ട് ആയി കാണും. പക്ഷെ എങ്കിൽ പോലും നമ്മളതൊക്കെ കാണുമ്പോഴത്തേക്ക് വലിയൊരു എമൗണ്ട് പ്രതീക്ഷിച്ചാലും അത്രയും വരില്ല. പുള്ളി അത്രയും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. പക്ഷെ ഒരുപാട് രാജ്യങ്ങൾ കറങ്ങി നടന്ന് ചെയ്തൊരു സിനിമയാണ്, ടെക്നിക്കൽ വൈസും ഒരുപാട് മുന്നിലാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു എമൗണ്ട് ആയി കാണൂടെ. പിന്നെ പുള്ളി പറയുന്ന ഒരു കാര്യം, അതായത് ഒരു സിനിമ, ആ സിനിമയുടെ ബഡ്ജറ്റ് നിർണ്ണയിക്കുന്ന ഒരിക്കലും ആ സിനിമയുടെ ഡയറക്ടറോ പ്രൊഡ്യൂസറോ ഒന്നുമല്ല, അതിന്റെ റൈറ്ററാണ്. ഒരു കഥ എഴുതി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കഥ തീരുമ്പോഴത്തേക്ക് ഒരു ഷോട്ട് അല്ലെങ്കിൽ ഇന്ന സീൻ എവിടെ വെച്ച് ഷൂട്ട് ചെയ്യണമെന്ന് ഫസ്റ്റ് തീരുമാനിച്ചിരിക്കുന്നത് ആ ഒരു റൈറ്ററാണ്. അയാളുടെ എഴുത്തിലാണ് ഓക്കെ ഇത് ഇന്ന സ്ഥലത്തായിരിക്കണോ ഇത് എന്നൊക്കെ ചിന്തിച്ച് അയാൾ അത് ഫിനിഷ് ചെയ്യുമ്പോൾ അയാൾക്ക് മനസ്സിലാവും ഇതിന് ഏകദേശം ഒരു എമൗണ്ട് വരും. അത് കഴിഞ്ഞിട്ടാണ് ഇതൊരു ഡയറക്ടറിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നത്. അപ്പൊ ഈ ഡയറക്ടർ വീണ്ടും അതൊന്ന് വാല്യൂ ചെയ്യും. അപ്പൊ ചില ചേഞ്ചസ് വരും. എങ്കിൽ പോലും ഫസ്റ്റ് ഒരു ബഡ്ജറ്റ് തലയിലേക്ക് വരുന്നത് റൈറ്ററിന്റെ ആയിരിക്കും. ഒരു കഥ ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടാവത്തുള്ളൂ. ഇല്ലെങ്കിൽ ആദ്യമേ ഒരു പ്രൊഡ്യൂസർ വന്നു, ഒരു ഡയറക്ടർ വന്നിട്ട് മേപ്പോട്ട് നോക്കി ഇരിക്കാനേ പറ്റത്തുള്ളൂ. ഒരു സ്ക്രിപ്റ്റ്, ഒരു സ്റ്റോറി, അതിലാണ് ബാക്കി എല്ലാം ഓടി നടക്കാൻ പോകുന്നത്. ബാക്കി I was half expecting sir to tell me, son, you have dreamt too big this time, so let us think of something else. But it is only because of his confidence. He is the one who told me, whatever you want, let's do this. It's only because of his confidence this film became possible. And every single penny that could be spent on making the film has been spent on making the film. Mohanlal sir and myself, we have not taken a single rupee from this film. ഒരു രൂപ പോലും പൃഥ്വിരാജും ലാലേട്ടനും ഈ സിനിമയ്ക്ക് വേണ്ടി മേടിച്ചിട്ടില്ല എന്നാണ് പൃഥ്വിരാജ് ഇവ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഇവരുടെ രണ്ടുപേരുടെയും സിനിമാ ജീവിതത്തിൽ ഒരു നാഴികക്കല്ലാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. അത് 100%, അതിപ്പം അത് കൺഫേം ആയി കഴിഞ്ഞു. ഇനിയും പടം ഓടാതിരിക്കുമോ, അവർക്ക് അത്ര ലാഭം കിട്ടി, അതിലൊന്നും അല്ല കാര്യം. ഈ ഒരൊറ്റ കാര്യം, ആദ്യത്തെ 1 മണിക്കൂർ കൊണ്ട് ഇത്രയും ടിക്കറ്റ് വിറ്റഴിച്ച ഒരു ഇന്ത്യൻ സിനിമ ഇല്ല. ജവാൻ അതുപോലുള്ള സിനിമകളെ എല്ലാം അടിച്ച് തൂഫാനാക്കി കളഞ്ഞു. മനസ്സിലായില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ഈ സിനിമയുടെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന കാശ്, പിന്നെ ഞാൻ തമ്മിൽ എഴുതിയിട്ടിരിക്കുന്നത്, ഇതെല്ലാം ചില ആളുകളുടെ സംശയങ്ങളാണ്. അത് വരാനുള്ളൊരു കാരണം ഇതിന്റെ ബഡ്ജറ്റ് ഇത്രയും കൂടുതലാണെങ്കിൽ ഇത് പല സ്ഥലങ്ങളിൽ എങ്ങനെ കിട്ടും, ഈ നോർത്തിൽ നിന്ന് മാർക്കോയ്ക്ക് അത്രേ കിട്ടിയിട്ടുള്ളൂ. ഈ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ പോലും ഇത് നോർമലായിട്ട് ഇപ്പൊ ഈ രാജുവേട്ടനും ലാലേട്ടനും പോയി ഈ പ്രൊമോഷൻ നടത്തുന്നത് മൊത്തം അതുകൊണ്ടാണ്. കാരണം കൂടിപ്പോയാൽ നോർത്തിൽ നിന്നൊക്കെ 20 കോടി മാർക്ക് കളക്ട് ചെയ്തെങ്കിൽ ചിലപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക് ഒരു 30-40 ഒക്കെ എത്താനേ ചാൻസ് ഉള്ളൂ. പക്ഷെ അത് ഡബിൾ ഇരട്ടി, ഒരു 4 ഇരട്ടിയൊക്കെ ആക്കിയെങ്കിൽ മാത്രമേ ചിലപ്പം ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റുമായിട്ടൊന്ന് ടാലി ആയി പോവുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് അവർ ഓടി നടന്ന് അവിടെ പ്രൊമോഷൻ ചെയ്യുന്നത്. നമ്മൾ മലയാളികൾ ഇവിടെ നമുക്ക് പ്രൊമോഷന്റെ ആവശ്യമില്ല, നമ്മൾ എടുത്ത് തലയിൽ തന്നെ വെക്കും ഈ ഒരു സിനിമയെ. ഉറപ്പല്ലേ? നിങ്ങൾ പറ, ബാക്കി കണ്ടുകൊണ്ട്. No, in my conversation, I told that we have the habit of accepting
films from all over the state. Please try and watch my film. Madam, Madam, I distributed Salar in Kerala. Prithviraj Productions distributed KGF2 in Kerala. So, I only went to for the release of Pushpa. yeah. This is a beautiful fraternity. Let us meet together and let us create beautiful movies. Yeah. Mohanlal sir, have you seen? I will complete. నువ్వే అలిగావు కదా అన్ని పెద్ద ప్రొడక్షన్ హౌసెస్ చేస్తున్నాయని. అన్ని ప్రొడక్షన్ హౌస్కు తెలుసు వాళ్ళ సినిమాలు ఎలా రిలీజ్ చేసుకోవాలని. నువ్వు దానిలో టెన్షన్ పడొద్దు, అక్కడ చిన్న వాళ్ళు ఎవరు లేరు. ഇത് സംഗതി എന്താണെന്ന് അറിയാമോ? ഫ്രണ്ടിൽ ഈ പ്രസ്സുകാരിപ്പുണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട്. അതിനകത്ത് ഏതോ ഒരു ചേച്ചി ഒന്ന് ലാലേട്ടനെ പോയി മാന്തി. ലാലേട്ടനും പൃഥ്വിരാജും കൂടെ നല്ല രീതിയിൽ ഒന്ന് ചൊറിഞ്ഞു കൊടുത്തു. തൊട്ടിപ്പറ തെലുങ്കുകാരൻ അയാളും ഇരുന്നങ്ങ് ചൊറിഞ്ഞു കൊടുത്തു. അയാൾക്കും പിടിച്ചില്ല. ചേച്ചി എന്തോ ചൊറിഞ്ഞു വർത്താനോ ചോദിച്ചത്. മലയാള സിനിമകൾ അവരുടെ നാട്ടിൽ ചെല്ലുന്നതിന്റെ എന്തോ ഒരു ചൊറിച്ചില്ലെങ്ങാണ്ട് ചേച്ചി ചൊറിഞ്ഞതാ. പക്ഷെ ഇരുത്തി കൊടുത്തു ലാലേട്ടനും പൃഥ്വിരാജും കൂടെ. അതാണ് അവിടെ സംഭവിച്ചത്. പൃഥ്വിരാജ് ഉള്ള കാര്യം പറഞ്ഞു, മോളെ ഇവിടുന്ന് സിനിമകൾ അങ്ങോട്ട് വരാറുണ്ട്, നിങ്ങളുടെ KGF-ഉം സലാറും ഒക്കെ ഞാൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്തത്. ലാലേട്ടനും പറഞ്ഞു, എന്റെ പൊന്നുമോളെ നീ എന്താ, ഞാൻ പുഷ്പയ്ക്ക് പോകാറുണ്ട്, പുഷ്പയുടെ ലോഞ്ചിനൊക്കെ ഞാൻ പോയി, നിനക്ക് എന്താണ് എന്നോട് ഇത്ര ചൊറിച്ചില്? പച്ചക്കിരുത്തി അങ്ങോട്ട് ആട്ടി വിട്ട്. അതാണ് സംഭവിച്ചത്. അവിടെ ചെന്ന് പ്രൊമോഷൻ നടത്തിയ ആൾക്കാരെ സിനിമയ്ക്ക് കയറ്റിയാൽ മാത്രമല്ല ലാലേട്ടനും നമ്മുടെ പൃഥ്വിരാജും കൂടെ ചെയ്തിരിക്കുന്നത്. ചൊറിയാൻ വന്നപ്പോ നല്ല മാന്തം കൊടുത്ത് വിടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ചില ആൾക്കാരൊക്കെ ഒന്ന് ഓർത്താൽ കൊള്ളാം. ബാക്കി Prithviraj sir. No, even we want to see Mr. Yes. Dilraju doing some Malayalam films. Yeah, let us do. This is a beautiful exchange of ideas and culture. So you are also invited. Come. Yeah. Sure, sir. യു ആർ ഓൾസോ ഇൻവൈറ്റഡ്, കം. നല്ല കൊടുപ്പങ്ങ് കൊടുത്ത് ലാലേട്ടൻ. ചുമ്മാ ചൊറിയാൻ ചെല്ലരുത് അങ്ങേറെടുക്കെ. അതൊന്നും മനസ്സിലാക്കുക. ഇരുത്തി നല്ല മാന്യമായിട്ട് താങ്ങി കൊടുത്തു. അത് ആരാണ് ആ ചോദ്യം ചോദിച്ചുകൊണ്ട് ചെന്നതെങ്കിലും. ബാക്കി അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ ഉള്ളൂ. അത് നമ്മളെല്ലാവരും, നമുക്ക് അല്ലു അർജുന്റെ പടം ഇഷ്ടമാണ്, വിജയുടെ പടം ഇഷ്ടമാണ്, സൂര്യയുടെ ഇഷ്ടമാണ്. നമ്മൾ അങ്ങനെ ഈ ജാതിയും മതവും സംസാരവും ഭാഷയും നോക്കിയിട്ടൊന്നും നമ്മുടെ ആരുടെയും പടം കാണാൻ നിൽക്കാറില്ല. ഓക്കെ, അത് അവിടെ ഉള്ള ആളുകൾക്ക് അത്രയും വിവരം കാണത്തില്ല. അതുകൊണ്ടായിരിക്കും ഇതേണത്തെ മറ്റേ ചൊറിച്ചിലും കൊണ്ട് ചെന്നത്. എന്തായാലും മാന്തി വിട്ടിട്ടുണ്ട്. ബാക്കി Prithviraj sir. Sir, Mohanlal sir. One question, sir. Actually, have you seen Aadu Jeevitham, Prithviraj sir's Aadu Jeevitham? What a question. And, no. Do you like Prithviraj sir as a actor or as a director? I like Prithviraj as a person. അടിച്ച് അണ്ണാക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ. ലാലേട്ടന് മുഖം പോയത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ലാലേട്ടനുള്ള ചോദ്യം, ആട് ജീവിതം കണ്ടില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ പുള്ളിയുടെ മുഖം, എന്ത് ചോദ്യമൊക്കെ നീ ചോദിക്കും? നിനക്കാട്ടിലും നല്ല ഞങ്ങളുടെ കേരളത്തിലെ പ്രസ്സുകാരാണല്ലോ എന്നുള്ളൊരു മൂഡില്ല. അപ്പൊ ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം ഹൈദരാബാദിൽ നടന്ന പ്രസ് മീറ്റ് ആയിരുന്നു. അതിന് മുമ്പ് ബോംബെയിൽ എനിക്ക് തോന്നുന്നു മഞ്ജു വാര്യരും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തേൽ എന്തായാലും മഞ്ജു വാര്യരൊന്നും ഇല്ലായിരുന്നു. അപ്പൊ എന്താണെങ്കിലും ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സിനിമയായിട്ട്. സിനിമ കത്തും മക്കളെ. അതിപ്പോ എന്തൊക്കെയാ കത്തി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കത്തിച്ചില്ലേ, ബുക്ക് മൈ ഷോ ഒക്കെ തകർത്ത് കളഞ്ഞില്ലേ. ഇനിയിപ്പം കൂടുതലൊന്നും രണ്ടുപേരുടെയും സിനിമാ ജീവിതത്തിലുള്ള ഒരു നാഴികക്കല്ലേ അതായിക്കഴിഞ്ഞു ഈ ഒരു എമ്പുരാൻ. ഇനിയും പടത്തിന് കിട്ടാനുള്ള എന്താണ് ഈ കോസ്റ്റ്, ലൈക്ക് ഒരു ഇറക്കിയ ഒരു ബഡ്ജറ്റ് അത്രയും തിരിച്ചവർക്ക് കിട്ടണം. അതിനുള്ളൊരു പണിയാണ് ഇപ്പം ലാലേട്ടനും നമ്മുടെ പൃഥ്വിരാജും കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രൊമോഷൻ അവിടെ പിടിച്ചിരിക്കുന്നത്. അതിനുള്ള കാരണവും ഞാൻ വ്യക്തമാക്കി എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അങ്ങോട്ട് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വ്യൂവേഴ്സ്.